വിശദമായി നോക്കാം. പീഡനക്കേസിൽ പി.സി. ജോർജിന് ജാമ്യം നൽകിയ മജിസ്ട്രേറ്റ് കോടതി വിധിക്കെതിരെ പ്രോസിക്യൂഷൻ മേൽക്കോടതിയെ സമീപിക്കും. എല്ലാ ആഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻപാകെ ഹാജരാകണമെന്ന ഉപാധിയിലാണ് ജാമ്യം നൽകിയത്. പീഡന പരാതി കേസിൽ പ്രതിക്ക് ജാമ്യം കിട്ടിയത് പ്രോസിക്യൂഷന് കനത്ത തിരിച്ചടിയായി. പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് പ്രോസിക്യൂഷന് കോടതിയിൽ നിന്നുമുണ്ടായത്. പി.സി. ജോർജിന് ജാമ്യം നൽകിയാൽ പരാതിക്കാരെയും സാക്ഷികളെയും ഭീഷണിപ്പെടുത്തുമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. മുൻ കേസുകളിൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ചതും ചൂണ്ടിക്കാട്ടി. എന്നാൽ പരാതി നൽകാനുള്ള കാലതാമസമായിരുന്നു പ്രതിഭാഗത്തിന്റെ തുറപ്പുചീട്ട്. പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്നും പി.സി. ജോർജിനായി ഹാജരായ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത് വാദിച്ചു. മുൻ മുഖ്യമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ചിട്ടുള്ളയാളാണ് പരാതിക്കാരി. സംഭവം നടന്ന് 4 മാസം കഴിഞ്ഞു. രാഷ്ട്രീയ കാരണങ്ങളാലാണ് ഇപ്പോഴത്തെ കേസും പരാതിയുമെന്ന് പ്രതിഭാഗം വാദിച്ചു. വാദങ്ങൾ കേട്ട ശേഷം പി.സി. ജോർജിന് ജാമ്യം നൽകാൻ കോടതി ഉത്തരവിട്ടു. ജഡ്ജി എന്നെ വിളിച്ചിരുന്നു. മജിസ്ട്രേറ്റിന് മുന്നേ ചെന്നിട്ട് എന്നോട് ചോദിച്ചു, കേസുമായി സഹകരിക്കും. ഞാൻ 100% സഹകരിക്കുന്നു. ആ ഒറ്റ കണ്ടീഷനിലാണ് എനിക്ക് ജാമ്യം തന്നത്. ഈ രാജ്യത്തുള്ള കോൺഗ്രസിൻ്റെ UDFിൻ്റെ മുഴുവൻ പേരും അവളുമായിട്ട് ചാരിബന്ധം പുലർത്തുന്ന അവിടെ പരാതി ഒന്ന്. ഇപ്പോൾ ഇതുവരെ എൻ്റെ പേരിൽ ആ പരാതിയില്ല. ദൈവാനുഗ്രഹം. ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ അപ്പനെ പോലെയാ. ഞാൻ സമീപിച്ച രാഷ്ട്രീയക്കാർ എന്നെ അപമാനിക്കാത്ത ഏക രാഷ്ട്രീയക്കാരൻ പി.സി. എന്ന പെണ്ണുപിള്ള ആ സ്ത്രീ പത്രസമ്മേളനം നടത്തിയിരുന്നത്. മനസ്സിലായില്ലേ? അവരിപ്പോൾ ഇന്ന് ഒരു ദിവസം കൊണ്ട് ഈ ബോധോദയം ഉണ്ടായെങ്കിൽ അതിന് പുറകിൽ ആരൊക്കെയാണെന്ന് ആലോചിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം, പരാതിക്കാരിയെയും സാക്ഷികളെയും സ്വാധീനിക്കരുത് തുടങ്ങിയ സാധാരണ വ്യവസ്ഥകൾ മാത്രമാണ് ഉപാധിയായി മുന്നോട്ട് വെച്ചത്. റിമാൻഡ് ആവശ്യം അംഗീകരിക്കാതെ പി.സി. ജോർജിന് ജാമ്യം നൽകിയ കോടതി നടപടി പ്രോസിക്യൂഷന് കനത്ത തിരിച്ചടിയാണ്. മജിസ്ട്രേറ്റ് കോടതി വിധിക്കെതിരെ എത്രയും വേഗം അപ്പീൽ പോകാനാണ് ഇനി പ്രോസിക്യൂഷന്റെ നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. ഫാരിസ് അബൂബക്കർ ബന്ധവും അനധികൃത സ്വത്ത് സമ്പാദനവും അടക്കം ഗുരുതരമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പി.സി. ജോർജ് ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയും ആരോപണങ്ങളുണ്ട്. ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കുകയാണ് ജോർജിന്റെ ലക്ഷ്യം. പി.സി. ജോർജിന് മജിസ്ട്രേറ്റ് കോടതി തന്നെ ജാമ്യം അനുവദിച്ചത് സർക്കാരിന് വലിയ തിരിച്ചടിയുമാണ്. എഴുതി തയ്യാറാക്കിയ കുറിപ്പുമായി കോടതിക്ക് പുറത്തേക്ക് വന്ന പി.സി. ജോർജ് ലക്ഷ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും നമ്പർ 1 ശത്രു. അതീവ ഗുരുതര ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ ജോർജ് ഉന്നയിച്ചത്. എക്സോളജിയിൽ നിന്ന് പോയിരിക്കുന്ന നല്ലൊരു ശതമാനം പണവും അമേരിക്കയിലുള്ള ഫാരിസ് അബൂബക്കർ എന്ന മുഖ്യമന്ത്രിയുടെ ബിനാമിയുടെ പേരിലേക്കാണോ എന്ന് ED അന്വേഷിക്കണം. അങ്ങനെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമക്കാരാണ് പിണറായി വിജയൻ എന്ന എൻ്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. വലിയ രീതിയിലുള്ള അഴിമതികൾക്ക് വേണ്ടിയുള്ള മറയായിരുന്നു ഈ IT ഇടപാടുകളെന്ന് ഞാൻ സംശയിക്കുന്നു. ഇപ്പോൾ അമേരിക്കയിലുള്ള ഫാരിസ് അബൂബക്കർ അവിടെ നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരുന്നു. ഇതിനെക്കുറിച്ചെല്ലാം സമഗ്രമായ അന്വേഷണം നടത്താൻ EDയോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും പി.സി. ജോർജ് വെറുതെ വിടുന്നില്ല. ഞാൻ 100% ഞാൻ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ പിണറായിക്കും മകൾക്കും അതുപോലെ തന്നെ ഭാര്യയും ഇതിൽ പങ്കാളിയായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിന് കാരണം ഈ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ അനിയത്തി പല പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഇവരെല്ലാവരും സംസാരിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ പരസ്യമായിട്ട് പറയുന്നുണ്ട്. കോളം കൊട്ടാരം കൊടുത്ത് എന്തിനാണ് കേരള സർക്കാരിന്റെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം 3ാം ക്ലാസ് കോടതി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി. ജാമ്യത്തിൽ വെച്ചിരിക്കുന്ന മാനദണ്ഡം എന്ന് വെച്ച് പറയുന്നത് ഒരു ഒറ്റ നിബന്ധനയാണ്. പോലീസിൻ്റെ കേസ് അന്വേഷണത്തിൽ ഇടപെടാൻ പാടില്ല, സാക്ഷിയെ സ്വാധീനിക്കാൻ പാടില്ല. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. 100% കോടതിയുടെ ഉത്തരവ് അനുവദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. പിന്നെ എനിക്കിവിടെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇന്നലെ ചില കാര്യങ്ങൾ തിരുവനന്തപുരത്ത് പറഞ്ഞിരുന്നു. അത് ഇനി ആവർത്തിക്കുന്നില്ല. പക്ഷേ അതിനോടനുബന്ധിച്ച് ചേർക്കേണ്ട ഒരു തെളിവ് കൂടി ED അന്വേഷിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയ്ക്ക് പോന്നു. 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 2 ദിവസത്തിന് ശേഷം പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ നേരെ അമേരിക്കയിൽ അറേബ്യൻ രാജ്യത്തേക്ക് പിണറായി വിജയൻ പോന്നു. ഒരാഴ്ച മുമ്പേ ഒരാഴ്ച കഴിഞ്ഞോ വീണ വിജയനും UAE മുഖ്യമന്ത്രി ഒരുമിച്ചല്ല പോക്ക്. അതുപോലെ ഓസ്ട്രേലിയക്ക് പോയിട്ടുണ്ട്. ഒരാഴ്ച മുമ്പോ ഒരാഴ്ച കഴിഞ്ഞോ വീണ വിജയനും അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഇത് വലിയൊരു സാമ്പത്തിക റാക്കറ്റാണ്. ഫാരിസ് അബൂബക്കറിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ ഒരു സാമ്പത്തിക ഒരു കൊള്ളസംഘമാണ്. അതിൻ്റെ പങ്കാളികളായി മുഖ്യമന്ത്രിയും മകളും
ആ ഭാര്യയെപ്പറ്റി എനിക്ക് സാധനമുണ്ട്, അവരിതൊക്കെ അറിയുന്നുള്ളൂ, അവർ അത് പങ്കാളിയാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഭാര്യയല്ലേ, ഇത് പറയുന്നവരെല്ലാം ഉടനെ പിടിച്ചിട്ട് ശരിപ്പെടുത്തി കളയാമെന്ന് വെച്ചാൽ എങ്ങനെ നോക്കുന്നത്? മര്യാദയാണോ? ഇന്നലെ എന്നെ അവിടെ വിളിച്ചത് നമ്മുടെ ക്രൈംബ്രാഞ്ച്. ഒരു തെളിവ് പോയപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എൻ്റെ കള്ളത്തരം. ക്രൈംബ്രാഞ്ചുകാർ വിളിച്ച് 1 മണിക്കൂറിനകം വിട്ടേക്കാമെന്ന് പറഞ്ഞു. ഞാൻ 2 മണിക്കൂർ പറഞ്ഞു. ലോകകാര്യം തമാശ നാട്ടുകാരും എല്ലാം പറഞ്ഞു. അവരെ തമാശ രൂപത്തിൽ തന്നെ എന്നോട് തെളിവെടുത്തുകൊണ്ടിരുന്നു. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാൻ അവരോട് സഹകരിച്ചു. അവസാനം അവർക്ക് തന്നെ മനസ്സിലായി അത് കേസെന്താ, ഞാനും നമ്മുടെ സ്വപ്ന സുരേഷും കൂടെ ഗൂഢാലോചന നടത്തി മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തിയതാണ് കേസ്. ഞാൻ ഈ സ്വപ്ന സുരേഷിനെ 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അവരുമായിട്ട് എന്ത് ഗൂഢാലോചന നടത്താനാണ്? ഒരു മുഖ്യമന്ത്രി താഴെ ചാടിക്കാൻ അതിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ഒരു MLA ആയിരുന്ന ആളാണ് 7 പ്രാവശ്യം. ഞാൻ കേരളത്തിൻ്റെ ഞാൻ ഒരു ഭരണകക്ഷിയുടെ ആളായിട്ടില്ല. ഞാൻ ആകെ ഒരു അടിമത്തത്തോട് ഒരു ബഹുമാനത്തോട് കണ്ടിരുന്ന കെ കരുണാകരൻ എനിക്ക് വലിയ ബഹുമാനമായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ VS അച്യുതാനന്ദൻ. അതല്ലാതെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പുറകെ കിടക്കുന്ന ആളല്ല ഞാൻ എപ്പോഴും ഇൻഡിപെൻഡൻ്റാണ്. ഈ 2016 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടി ഒരുമിച്ച് എന്നെ എതിർത്തിട്ടും എന്നെ പൂഞ്ഞാറിൽ ഞാൻ 22,000 വോട്ടിന് ജയിപ്പിച്ചത് ഒറ്റയ്ക്ക്. ഇപ്പോൾ 2021 ആയപ്പോഴത്തേക്കും വർഗീയത പറഞ്ഞ് പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചാണ് എന്നെ പരാജയപ്പെടുത്തിയത്. ഇവരെല്ലാം ഒരുമിച്ചാണ്. അവിടെ LDF UDF ഒന്നുമില്ല. ഇതെന്തും മര്യാദ നിങ്ങൾ ആലോചിച്ചു. എന്തുവാട്ടെ, ഇപ്പോൾ ഉള്ള പ്രശ്നമാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചുകാരൻ ചോദിക്കുക, SP ഉൾപ്പെടെ ചോദ്യമാണ്. അവർ 13 ഓഫീസർമാരെ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു സരിത മുറി വന്നു. ഞാൻ വന്നല്ലോ, ഞാൻ വിളിച്ചിട്ട് തന്നെ അവൾ എന്നെ വിളിച്ചിട്ട് ഞാനും വിളിച്ചിരുന്നു. അപ്പോൾ ഒരു സുനിൽകുമാർ ആലപ്പുഴ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞാൻ അവനെ ഈ സുനിൽകുമാർ എനിക്ക് അറിയത്തില്ലെന്നല്ലേ പറയാൻ പറ്റൂ. എനിക്കറിയില്ല. അപ്പം ഇങ്ങനെ മൊബൈലിനകത്ത് അവിടെ ഫോട്ടോ കാണിച്ചു. ഇയാളെ അറിയുമോ? ഞാൻ ഇയാളെ കണ്ടിട്ട് പോലും ഇല്ല, കണ്ടിട്ടുണ്ടെന്ന് തെളിയിക്കാനും ആർക്കും കഴിയില്ല എന്നോ. അപ്പോൾ അവരത് ബോധ്യപ്പെട്ടു. ഞാൻ പറഞ്ഞ ശരിയെന്ന് അവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് സരിതയുടെ കേസ് FIR എടുത്ത് നോക്കിയപ്പം അതിനകത്തും സരിത പറഞ്ഞിരിക്കുന്നത് എൻ്റെ കൂടെ മുറിയിൽ സുനിൽകുമാർ തൊടുപുഴയുണ്ടായിരുന്നു. സുനിൽകുമാർ തൊടുപുഴയാണ്, ആലപ്പുഴ തൊടുപുഴയായി. ഒന്ന് ആലപ്പുഴയും മറ്റേ തൊടുപുഴയായി. എന്ത് ന്യായമുണ്ട്? അതായത് മനസ്സിലായില്ലേ, മനഃപൂർവ്വം ഒരു സാക്ഷിയെ ക്രിയേറ്റ് ചെയ്യാണ് പിണറായി വിജയൻ. എന്നെ കൊടുക്കാൻ ഇവൻ്റെ സാക്ഷി വഴി പറഞ്ഞാൽ പോലെ, എന്ന് വെച്ചാൽ അവൻ പറഞ്ഞാൽ പോലെ ഇത് ശരിയാന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ. എൻ്റെ കൂട്ടത്തുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ട് പോലില്ല, എൻ്റെ മുറിയിലില്ല, എൻ്റെ പാർട്ടിക്കാരനല്ല, ഒരു ബന്ധമില്ല, തെളിയിക്കട്ടെ. പിന്നെ ഈ ഇതുപോലെ നമ്മൾ സംസാരിക്കുന്ന സൗണ്ടൊന്നുമില്ല, ഓ എന്നൊക്കെ ചെയ്യുന്ന ഈ നമ്മുടെ മൊബൈലിനകത്ത്. എന്നുവെച്ചാൽ ഇത് തെളിവാണ്. PC എന്നൊക്കെ വെച്ചതാണ്. ഞാൻ എൻ്റെ മുറിയിലിരിക്കുന്ന ഈ സ്ത്രീ വരുമ്പോൾ എനിക്ക് ഓർമ്മക്കുറവുണ്ട്. ഞാൻ ആരെയൊക്കെ എൻ്റെ കൂടെ കൊണ്ട് വന്നതെന്ന്. അന്നത്തെ ഗൺമാൻ ആരാന്ന് ഞാൻ തപ്പുമായിരുന്നു. ഗൺമാനും ഡ്രൈവറും ഉണ്ട്. ഡ്രൈവർ മുറിക്ക് പുറത്തുണ്ട്. അവരെ മുറിക്ക് പുറത്തേക്ക് നിന്ന് സജിയാണ് ഡ്രൈവർ അന്നും. ഗൺമാൻ ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല. അത് മാറി വന്നു. ഇപ്പം ഈ ഫെബ്രുവരി 23-ാം തീയതി ഗൺമാന്മാരെ മാറ്റിയതല്ല, അത് അവർ ഒത്തിരി നാളായിട്ടും മടുത്തോട് മാറുക. അവർക്കൊരു രക്ഷമാണുള്ളൂ. ആ 2 പേരും അന്നുണ്ടായിരുന്ന ഒരാളുണ്ട്. 2 പേരും എൻ്റെ നിയമത്തിൽപ്പെട്ടവരാണ്. ഇപ്പോഴുള്ള 2 പേരും പൂജാറുകാരാണ്. അപ്പോൾ ഈ 10-ാം തീയതി ആരാണെന്ന് ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായി എനിക്ക് ഈ പാറത്തോടുള്ള ഒരു ഗൺമാൻ ഉണ്ട്. അങ്ങനെ മുറി നിൽപ്പുണ്ടുണ്ട്. ഈ സ്ത്രീ വരുമ്പോൾ അങ്ങനെ മുറി നിൽപ്പുണ്ട്. അങ്ങനെ ചോദിച്ചാൽ പറയും. ഞാൻ എങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നെ വെച്ച് അയാളുടെ ആ പെൺകുട്ടി കടിക്കുന്ന എങ്ങനെ എനിക്കൊന്നും ആലോചിച്ച്. അവൻ സാക്ഷിയാണ്. അതൊക്കെ ഇപ്പം തെളിയിക്കും ഞാനത്. ഈ എന്നൊക്കെ ഉള്ളത് ഫോറൻസിക് ഇട്ട് കഴിയുമ്പോൾ അതിന് സത്യം തെളിഞ്ഞോളും. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ കള്ളക്കേസ് എടുത്തുകൊണ്ട് പിണറായി വിജയൻ എങ്ങോട്ട് പോകുന്നു എന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ എത്രാമത്തെ കേസാണ്? അതായത് ഞാൻ ഈ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലത്ത് ഈ സ്കൂളിൽ സമരം നടത്തിയ കാലത്തെ കേസ് ഉൾപ്പെടെയാണ് ഞാൻ എൻ്റെ കോടതി കൊടുക്കുന്നത്. ഞാൻ മുഴുവൻ കേസ് പ്രതിയാണെന്നാണ് പറഞ്ഞത്. ഭയങ്കര ഒരു കൊള്ളക്കാരൻ. ഇതുവരെ ആരുടെയെങ്കിലും 1 രൂപയെങ്കിലും ആരുടെയെങ്കിലും അഭിഹിതമായി ഞാൻ സമ്പാദിക്കുകയോ മേടിക്കുകയോ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ശിക്ഷ അനുഭവിച്ചേക്കാം പോലെ. പിണറായി പറയട്ടെ, തെളിയിക്കട്ടെ. ഇന്ന് വരെ വന്നിട്ടില്ലല്ലോ. എനിക്കെതിരായിട്ട് അന്നുകൊണ്ട് ഈ പണി. അന്ന് ഒരു സ്ത്രീയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു. ആ സ്ത്രീയെ ബഹുമാനപ്പെട്ട പാലാ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചു. കള്ളക്കേസാണെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ആ ശിക്ഷിച്ചു എന്ന് മാത്രമല്ല, കേസ് നടത്തിയ ആൾ പിന്നെ എന്നോട്
വർഷങ്ങൾക്ക് ശേഷം കരഞ്ഞുകൊണ്ട് എനിക്ക് ദുഃഖമുണ്ട് PC, ഞാനാണ് അതിന് പണം മുടക്കി സഹായിച്ചത്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു പോരെ. പക്ഷേ ആ കാലഘട്ടത്തിൽ എന്ത് ബഹളമായിരുന്നു. 87 ഞാൻ തോറ്റു തന്നെ ഒറ്റ കേസാണ്. പക്ഷെ പിന്നീട് സത്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഇതും അങ്ങനെ എല്ലാം മനസ്സിലാവും. ഞാൻ ചോദിക്കട്ടെ, ഉഷേ ഇല്ലേ? ഉഷ ആ വില നടക്കും. ഉഷ, അതായത് എൻ്റെ ഭാര്യയെ ഉൾപ്പെടെ പ്രതിയാക്കാൻ പോവാ ഈ അടുത്തത്. എനിക്കിഷ്ടമാണ്. ഞാൻ എൻ്റെ ഭാര്യയെ പ്രതിയാണ്. അതിൻ്റെ പേര് സ്പെഷ്യലായിട്ടൊന്നും ഞാൻ അവിടെ അന്വേഷിച്ചോളും. അയാളുടെ വിദ്യാഭ്യാസവും വിവരമൊക്കെ അവൾക്കുണ്ട്. ഞാനിതൊന്നും ഇത്ര ബോധർ ചെയ്യുന്നില്ല. ഇത് ഇവിടെ നിന്ന് വന്നേ എന്നാ പറ്റിയ അല്ല, അത് ഞാൻ ഇങ്ങനെ പോരുമ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു. അതൊരു വികാരപരമായി അല്ല, പിണറായിയുടെയും വീണയുടെയും സംയുക്തമല്ലേ. അതായത് UAE പോവാണ് മുഖ്യമന്ത്രി ഇന്ന് വന്ന് 2 ദിവസം മുമ്പോ അല്ല 2 ദിവസം ശേഷമോ വീണയും അവിടെ ഉണ്ട്. ഉച്ചയോട് മനസ്സിലായില്ലേ? അപ്പോൾ വിളിച്ചോ, വാഹനം വിളിച്ചോ. ഞാനല്ലാതെ ഇതിനകത്തിന് ഞാൻ ഇതൊക്കെ ഈടി അന്വേഷിക്കണ്ടേ? ഒന്ന് എവിടെ നടക്കുമെന്ന് അറിയണമല്ലോ. അല്ലാതെ എൻ്റെ മുഖത്ത് കയറി വന്ന് ഡാൻസ് കളിച്ചിട്ട് എന്താ കാര്യം? എൻ്റെ മാത്രമാണോ? ഭാര്യയുടെ കൂടെ കേസെടുക്കുക എന്താ? എനിക്കറിയത്തില്ല. എടുക്കട്ടെ, നമുക്ക് നോക്കാം. ഏതായാലും ഒരു സംശയം വേണ്ട. ഞാൻ ഇനി പറയാം. ഇത്രയും നാളും പിണറായി വിജയൻ്റെ തമാശനൊക്കെ ഞാൻ നിന്ന് കൊടുത്തു. എല്ലാം നിന്ന് കൊടുക്കുക ആട്ടെ, നിയമമല്ലേ. നിയമം അനുസരിച്ച് ഭരണാധികാരി എന്ത് വൃത്തികേടും കാണിക്കാൻ അധികാരമൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഞാൻ താമസിയാതെ ഇന്ന് വക്കീലിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. വക്കീലോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വലിയ തുകയ്ക്കുള്ള നഷ്ടപരിഹാരത്തിന് ഗവൺമെൻറ്റിനെതിരെയും പിണറായിക്കെതിരെയും കേസ് കൊടുക്കും. ഇത്രയും നാളും ഞാൻ കേസ് കൊടുക്കാതിരുന്നതെന്ന് വെച്ചാൽ, കേസ് കൊടുക്കുമ്പോൾ എന്നെ അറസ്റ്റ് ചെയ്ത് ഉദ്യോഗസ്ഥന്മാരെല്ലാം പ്രതിയാക്കേണ്ടി വരും. പക്ഷെ അവർ നിരപരാധികളല്ലേ, അവർ നിർബന്ധിതമാകുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. പക്ഷേ ഇനി അത് പറ്റിയല്ല. മനസ്സിലായി? ഒരു ദിവസം ജയിലിൽ കിടന്നു. ഒരു ദിവസം രാവിലെ 5 മണിക്ക് ഇവിടെ ബെല്ലടിച്ചു. പിടിച്ചുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോവുക. ഇവിടുന്ന് തിരുവനന്തപുരം വരെ കൊണ്ടുപോയി. അവിടെ ചെന്ന് ജഡ്ജി പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ജാമ്യം എടുത്തേക്ക് പോകും. ജാമ്യം തന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. 2 ദിവസം കഴിഞ്ഞപ്പം എറണാകുളത്ത് വിളിച്ചു അടുത്ത കേസ്. എന്നെ വിളിച്ചു. ഞാൻ അവിടെ പോയി. പോകാതിരിക്കാൻ വേണമെങ്കിൽ ഞാൻ പോയി. അവിടെ ചെന്നപ്പം അവിടെ വന്ന് BJPയുടെ മുഴുവൻ നേതാക്കന്മാർ വന്നു ചോദിച്ചാൽ പറയും. നമ്മുടെ മന്ത്രി ഉൾപ്പെടെ ഏനാശം ഉൾപ്പെടെ നമ്മുടെ സുരേന്ദ്രൻ ഉൾപ്പെടെ എല്ലാവരും വന്നു. എല്ലാ നേതാക്കന്മാരുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നേ, എന്ത് ഇടപാടാണ് ഇത്? അത് കഴിഞ്ഞ് അവിടുന്ന് അന്നേരം അവിടെ വന്ന് ഇങ്ങനെ ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അവിടെ അവർ സംസാരിച്ചതിന് പൊക്കോളാൻ പറഞ്ഞു. പോകാൻ ഇറങ്ങിയപ്പോഴത്തേന് അപ്പം DYSP പറഞ്ഞു, കമ്മീഷൻ പറഞ്ഞു പോക്ക് കടക്കര. ഞാൻ ചെന്ത് പറ്റി? തിരുവനന്തപുരത്ത് നിന്ന് ഒരു സർക്കിൾ വന്നിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ചെന്തിന് എന്നാ പ്രശ്നം? അല്ല, തിരുവനന്തപുരത്തെ ജാമ്യം ക്യാൻസൽ. ഞാൻ ആരാ ക്യാൻസൽ ചെയ്ത്? എന്തിനാണ് ക്യാൻസൽ ചെയ്ത്? കോടതി എന്നോട് ജാമ്യം തന്നാണല്ലോ. അങ്ങനെ പറഞ്ഞ് അതിന് പ്രോസിക്യൂഷൻ ഇവിടെ ഗവൺമെൻറ് അപ്പീൽ കൊടുത്ത് ജാമ്യം ക്യാൻസൽ ചെയ്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആയിക്കോട്ടെ, എവിടെ പോകണമെന്ന് ചോദിച്ചു. വണ്ടി കയറിക്കൊള്ളാൻ പറഞ്ഞു. കാറെ കയറി 2.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത്. എന്നാലോചിച്ച് ആ കൊണ്ടൊക്കെ ഒരു ദിവസം ജയിലിൽ കൊണ്ടിട്ടത്. അത് കഴിയപ്പം എന്നോട് പൊക്കോളാൻ പറഞ്ഞു. എന്തൊരു കഷ്ടകാലമാണ് ഇത്! ഇത് എത്രാമത്തായത്? ബഹുമാനായ സുഹൃത്ത് പറഞ്ഞ ബാലിശം എന്നുള്ള വാക്ക് ക്യാൻസൽ ചെയ്യുന്ന ബാക്കി കാര്യം ന്യായമാണ്. ചോദ്യം അത് EDയുടെ ചുമതല, എൻ്റെ ചുമതലയല്ല തെളിയിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഞാൻ ഉത്തരവാദിത്വം മനസ്സിലല്ലേ. 7 പ്രാവശ്യം MLA ആയി ഈ കേരളത്തിൽ നിയമസഭയിൽ നിന്ന് പ്രവർത്തിച്ചവരാണ്. ഞാൻ പറഞ്ഞു ഒന്നും തെറ്റിയിട്ടില്ല. എന്തേ എത്ര മന്ത്രിമാർ രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്? ഞാൻ തന്നെ പറഞ്ഞു. എൻ്റെ തന്നെ പത്രസമ്മേളനം നിയമസഭയിലെ അറ്റാക്കിൻ്റെ പേരിൽ രാജിവെപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഈ മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള പോരാട്ടമായത്.
അതിനകത്ത് അതിൽ കേസ് എടുത്തിട്ട് കാര്യമൊന്നുമില്ല. കേസ് കളിക്കുന്ന മര്യാദയല്ല. ഒരാൾ ചോദിക്കും. പുതിയതായിട്ടല്ല പാരിസ് അബൂബക്കറിന്റെ പേര് ചേർത്തുകൊണ്ട് ഈ ആരോപണം ഉന്നയിക്കുന്ന കഴിഞ്ഞ കുറേ നാളായിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒരു തെളിവോ മറ്റൊന്നും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. അനിയൻ മഠയത്തരം പറയരുത്. ഫാരിസ് അബൂബക്കറിന്റെ പേര് ഞാൻ ഇന്നലെയാണ് പറഞ്ഞത്. അതിന് നേരത്തെ പറഞ്ഞിട്ട് തെളിയിച്ചിട്ടുണ്ട്. അറിയോ? അന്ന് നീ ഉണ്ടായില്ല മോനെ. അതിന് മുമ്പാ എത്ര വയസ്സുണ്ട്? എനിക്ക് 32 വയസ്സ്. എന്നാ ഒരു 17-16 വയസ്സുള്ളപ്പോഴായി. അപ്പോൾ കൊച്ചു പയ്യനാ. മനസ്സിലായി? അത് മാനുവേട്ടാ പറയുന്നത്. മാനുവേകൾ പോലും പറഞ്ഞു. നിങ്ങൾ അങ്ങനെ പറയുന്നത്. മാനുവേകൾ പറഞ്ഞ സ്വഭാവം എനിക്കില്ല. ഞാൻ കൊച്ചു പയ്യൻ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. അതായത് അന്ന് ദീപിക പത്രം മനസ്സിലായില്ലേ? ഫാരിസ് അബൂബക്കർ വിലക്ക് വിളിച്ചു. നമ്മുടെ ഇവനോട് ചോദിച്ചാൽ അത് നമ്മുടെ ഇങ്ങനെയല്ല നമ്മുടെ എന്നെ നമ്മുടെ റിപ്പോർട്ടറിൻ്റെ നമ്മുടെ നികേഷ് കുമാർ പുള്ളിയോട് ചോദിച്ചാൽ പറയും. അന്ന് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി കച്ചവടമാകും. പിടുത്തം മുഴിയാൻ 21,000 കത്തോലിക്കൻ്റെ ഷെയറുള്ള പത്രം ഫാരിസ് അബൂബക്കർ സ്വന്തമാക്കുക. അതിൻ്റെ വൈസ് ചെയർമാൻ ഫാരിസ് അബൂബക്കർ. ഞാൻ കയറി പിടുത്തം വീണു. പത്രസമ്മേളനം നടത്തി. ഭയങ്കര ഇഷ്യൂ ആയി. അന്ന് ഞാൻ പത്രസമ്മേളനം നടന്നപ്പം ഒരച്ഛൻ വൈസ് പ്രസിഡന്റ് അതിൻ്റെ ഈ MD ആയിട്ട് വന്നിരിക്കുക. ആ അച്ഛൻ ചാനലിൽ വന്നു. നികേഷിനെ ഇപ്പോൾ വിളിച്ചോ. അച്ഛൻ വന്നിങ്ങനെ ഇരിക്കുക. അന്ന് രാവിലെ ഞാൻ അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ്റെ രാവിലെ 5 മണിക്ക് അച്ഛനെ ഞാൻ സംസാരിച്ചതാണ്. അപ്പോൾ അച്ഛൻ്റെ ഫോൺ മുറിയിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ എടുത്തൊരു പെണ്ണാണ്. അവൾ ആരാ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് നികേഷ് രാത്രി 8 മണിക്ക് ചർച്ചയല്ല അച്ഛൻ വന്നിരിക്കുക. അപ്പം ഞാൻ അച്ഛൻ സംസാരിക്കാൻ നോക്കുമ്പോൾ പിന്നെ നികേഷ് 1 മിനിറ്റ് ഇയാൾ അച്ഛനാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് തോന്നുന്നു. കാരണം ചെക്ക് ബനിയനൊക്കെ ഇട്ട് സുഖമായിട്ട് വന്നിരിക്കുക. അച്ഛന്മാരങ്ങനെയാണോ പെരുമാറുന്നത്? ഇയാളെങ്ങനെയാണ് അച്ഛനെ? ഇയാൾ എന്ത് ഇടപാടാണ് കാണിക്കുന്നത്? ഇയാൾ എന്തിനാ രാവിലെ ഞാൻ വിളിച്ച് ഫോൺ എടുത്തപ്പോൾ ഒരു പെണ്ണാണ്. ആ പെണ്ണിൻ്റെ വീടും പെണ്ണ് ദുബായിൽ നിന്ന് വന്നത്, ഭർത്താവ് ദുബായിലാണുള്ള ചരിത്രമൊക്കെ ഞാനങ്ങ് പറഞ്ഞു. അപ്പോഴത്തേക്കിന് നികേഷ് നോക്കിയപ്പോൾ അച്ഛൻ ഊർന്ന് സ്ഥലം വിട്ടു. ആ അച്ഛൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? കല്യാണം കഴിച്ച് വേറെ പോയി. ദീപിക തിരിച്ചെടുത്തു. 21,000 കത്തോലിക്കൻ ഒരുമിച്ച് കൂടിക്കൊണ്ട് വലിയ സമരം ഉണ്ടായി. അവസാനം ദീപിക തിരിച്ചെടുത്ത് CMI സഭ, ഇപ്പോൾ CMIയുടെ സഭയുടെ കയ്യിലാണ് പത്രം. മെത്രാന്മാർ മുഴുവൻ ഇടപെട്ടു. കുറേ കാശ് നമ്മുടെ ദീപികയുടെ പ്രമുഖമായ 2 സ്ഥലവും അതോടൊപ്പം 27 കോടിയാണോ 17 കോടിയാണോ ശ്രമിച്ചാൽ ഗുരുവായി പാരിസോകർ തട്ടിക്കൊണ്ട് പോയി. അതൊക്കെ വേറെ കാര്യം. അതൊക്കെ വിടുന്നേ. അതൊക്കെ എനിക്ക് വിടും അനിയ. നിങ്ങൾ ചോദിക്കാതെ അത് എന്തെല്ലാം കാര്യം അത് ഞാൻ ചോദിച്ചോളാം. വരട്ടെ. അതിനെ കാര്യമൊന്നും നിങ്ങൾ ഇടപെടുക. നിങ്ങൾ നോക്കിയാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അത് ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്യും. അതായത് ഞാൻ ക്രൈംബ്രാഞ്ചിന് കൊടുത്തപ്പോൾ EDക്ക് കൊടുക്കാനുള്ള പരാതി ഞാൻ നേരത്തെ ഡ്രാഫ്റ്റ് ചെയ്തത് CBI കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാമുള്ള കോപ്പി ക്രൈംബ്രാഞ്ചിന് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്യും നോക്കട്ടെ. ഞാൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ കാണും. സംശയം വേണ്ട. കാണും, തെളിയിക്കും. പണം കട്ടവനെയും ഈ രാജ്യത്തെ സ്വത്ത് മോട്ടിച്ചവനെയും വഴിയെ വിടുന്ന പ്രശ്നമില്ല. എന്ത് വില കൊടുത്ത് ഇത് തെളിയിക്കും. അത് തെളിയിക്കേണ്ട ചുമതല EDയുടേതാണ്, ഞാനല്ല തെളിയിക്കേണ്ടത്. എനിക്ക് പറയാനേ പറ്റൂ. അല്ലാതെ ഞാൻ അധികാരിയല്ല, വെറും പാവപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ. കേരള ജനപക്ഷം പാർട്ടി ചെയർമാൻ എന്നുള്ളതിനുള്ളൂ എനിക്ക്. അല്ല എന്താ? അതുകൊണ്ട് ഞാനിതെല്ലാം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? അതൊക്കെ അധികാരികൾ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ അധികാരികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പോലീസ് എല്ലാം എന്താ ചെയ്യുന്നത്? ഒരു വില്ലേജ് ഓഫീസർ പോലും ഇതാ എന്തിനാ പറയുന്നത്? 7 പ്രാവശ്യം MLA ആയിരുന്നു എനിക്ക്. ഞാൻ 4 ദിവസം മുമ്പ് ബുക്ക് ചെയ്തിട്ട് തൈക്കാട് ഗസ്റ്റ് ഹൗസ് മുറിയില്ല. ലോകത്ത് ന്യായമുണ്ടോ? പഴയ അതല്ലാതെ ഈയിടെ ex-MLA-മാരായവർക്കൊക്കെ മുറി കൊടുത്തു. എനിക്ക് അതിന് പുറകിലൊരു കൊച്ചുണ്ടോ അവരതായിരുന്നു. എന്താ കാര്യം? എന്തൊരു അവഗണനയാണ്, പുച്ഛിക്കുന്ന ഭാഗമാണ്. ഞാൻ പിന്നെ വേറെ നല്ല ഈ സാമ്പത്തിക ലാഭം കാശ് പോട്ടെ, വേറെ ഹോട്ടലിൽ പോയി കിടക്കും. ഇത് കൂട്ട് വൃത്തിയോടൊക്കെ പറയും. ഈ ചീപ്പ് ഇവന്മാർക്ക് ബോധമില്ല, വിവരമില്ല. വിവരമുണ്ട് ഇങ്ങനെ മര്യാദയൊക്കെ കാണിക്കുമോ? ഭാര്യ പറഞ്ഞ എൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾ നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? പറയും ഒന്നുമില്ല. എടുത്തോട്ടെ. എന്നെ അങ്ങനെയല്ല എടുത്തത്, എടുക്കട്ടെന്ന്. അവളെ എടുത്താൽ അവളെ ഈ പറഞ്ഞ പോലെ ചോദിച്ചുകൊണ്ട് പോയിക്കോട്ടെ. ചേച്ചി തിരിച്ച് തന്നേക്കണമെന്ന് മാത്രം, കൊണ്ടുപോകരുത്. ഉണ്ട്. അത് എൻ്റെ പൊന്നെ, ഇനി അത് അറിയാൻ പറ്റും തോക്കണ്ടെന്ന്.
എൻ്റെ തോക്കുണ്ട്, ഒന്നല്ല രണ്ടുണ്ട്. ഇപ്പോഴങ്ങ് പറയാം, ഞാൻ തോക്ക് പിസ്റ്റൾ ഉപയോഗിക്കുന്നുണ്ട്. ചെക്കോസാക്കിൽ വലിയ പിസ്റ്റളാണ്. അത് നിങ്ങളെ കാണിച്ചിട്ടുള്ള പിന്നെ ഇങ്ങനെ എന്തിനാണ് ചോദിക്കുന്നത്? അത് എൻ്റെ ഭാര്യയുടെ അപ്പൻ്റെ തോക്കായിരുന്നു. അതാണ് അവൾ ഇന്നലെ പറഞ്ഞത്, എൻ്റെ അപ്പൻ്റെ തോക്കാന്ന്. രണ്ടാമറിനുള്ള 12 ബോർ ഇരിപ്പുണ്ട്. അത് അവിടെ കാണണോ? ഇവിടെ ഇരിപ്പുണ്ട് പരിക്കകത്ത്. ഞാനിതൊക്കെ വെച്ചിരിക്കുന്നത് എൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാ, മനസ്സിലായില്ലേ? അല്ലാതെ മനുഷ്യനെ കൊല്ലാനല്ല. ഞാനിതുവരെ ഒരു മനുഷ്യൻ്റെ നേരെയും തോക്കെടുത്തിട്ടില്ല. ആ മുണ്ടക്കയത്തെ കണ്ടൊരു മനുഷ്യൻ്റെ പേരെ തോക്കെടുത്ത് പറഞ്ഞിട്ട് അവിടെ നിന്ന് തൊഴിലാളികൾ 17 വീട്ടുകാർ ഒരുമിച്ച് പത്രസമ്മേളനം നടത്തി PC തോക്കെടുത്തിട്ടില്ല, ഞങ്ങളവിടെ നിൽപ്പുണ്ടെന്ന് നുണയാണെന്ന് പൊളിഞ്ഞു പോയി. അധികാരത്തിൻ്റെ പേര് ഇങ്ങനെ വൃത്തികെട്ട കേസൊക്കെ എടുക്കാം. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങൾ സാക്ഷികളായിട്ട് വരുമ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ നിൽക്കുമ്പോൾ മജിസ്ട്രേറ്റിന് സത്യം മനസ്സിലാവും. അല്ല, ഇന്നലെ തന്നെ 354 ജാമ്യം കിട്ടുകയെന്ന് ലോകം മുഴുവൻ പ്രഖ്യാപിച്ചു. മനസ്സിലായില്ല? വക്കീലന്മാർ മുഴുവൻ. സമയാപ്പി എങ്ങനെ ജാമ്യം കിട്ടിയത് ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് മജിസ്ട്രേറ്റിനെ കാണുന്നത്. ഒന്ന് ആലോചിച്ച്. അവർ വിശദമായിട്ട് ഇത് കേട്ടു. വിശദമായി കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി എനിക്ക് ജാമ്യത്തിന് യോഗ്യതയുണ്ട്. അല്ലെ അവർ ജാമ്യം തരും. അത് തന്നെയല്ല, മജിസ്ട്രേറ്റ് ഇപ്പം ഞാൻ കേട്ടത് വക്കീലന്മാർ പോലും അവർ പിന്നെ ആയിരാന്ന് പേടിച്ചാൽ അത്ര കടുപ്പപ്പെട്ടൊരു മജിസ്ട്രേറ്റിനില്ല. അതുകൊണ്ട് എല്ലാവരും എന്നോട് പറഞ്ഞു, എൻ്റെ വക്കീലും പറഞ്ഞു സാധ്യത കുറവാണ്, അവർ പ്രത്യേക സ്വഭാവക്കാരിയാണ്. അതല്ല, അവർ ബെഞ്ചിൽ വന്ന ഉടനെ സ്പെഷ്യൽ സിറ്റിംഗ് ആണല്ലോ, രാത്രിയല്ലേ, 8 മണി 7:30 ആയിട്ടുണ്ട്. അവർ എന്നോട് അവർ ഇങ്ങനെ ഈ റിമൈൻഡ് ചെയ്യാൻ വേണ്ടി പേന എടുത്ത് കണ്ട് എഴുതിക്കൊണ്ട് വെച്ച് എന്തെങ്കിലും പറയാനുണ്ടോ, പോലീസ് വല്ല ഉദ്ധരിച്ചോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോലീസ് മാന്യമായിട്ട് എന്നോട് പെരുമാറിയത്, ഒരു ഉത്തരവ് നടത്തിയിട്ടില്ല, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ടെന്ന്. സാറിന് അങ്ങനെ കേൾക്കേണ്ടതല്ല. എന്തോ സന്മനസ് തോന്നി അവർ കേൾക്കാൻ തയ്യാറായി. അപ്പം പബ്ലിക് പ്രോസിക്യൂട്ടർ നമ്മുടെ വക്കീൽ നിൽക്കുക, അവർ ആർഗ്യുന്ന എങ്ങനെ സംശയിച്ച് നിൽക്കുക. അപ്പോൾ എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇന്നലെ 10 മണിക്ക് 11 മണിക്ക് വരാൻ പറഞ്ഞു. 10 മണിക്ക് തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ചുകാരൻ കഴിഞ്ഞിട്ട് വന്നയാളാണ് ഞാൻ. അത് കഴിഞ്ഞ് എനിക്കെതിരായിട്ട് ഈ ഒരു സ്ത്രീയുടെ, ഞാൻ ആ സ്ത്രീ ഒന്നും മോശമാക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. ഞാൻ പറഞ്ഞൊരു സ്ത്രീ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത് കൂടി കള്ളക്കേസ് എടുത്തു. ഞാൻ നിരപരാധിയാണ്. ഞാൻ കോടതിയോ പോലീസോ വിളിക്കുന്ന എല്ലാ സ്ഥലത്തും എത്താറുണ്ട്. എല്ലാ സ്ഥലത്തും എത്തുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് ജാമ്യം തന്നാൽ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണേൽ വരാൻ തയ്യാറാണ്. അതുകൊണ്ട് എനിക്ക് ജാമ്യം തന്നെ എന്നെ സഹായിക്കണം. ഞാനൊരു വൃത്തികേടിനും കൂട്ടി നിൽക്കുന്ന പ്രശ്നമില്ല, ഒരു തെറ്റും ചെയ്യില്ല എന്ന് ഞാൻ വാക്ക് പറയുന്നു. ശരി, അപ്പോഴത്തേക്കിന് ആർഗ്യുമെൻ്റായി കഴിഞ്ഞ് വക്കീൽ നമ്മുടെ അജിത് കുമാർ വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിച്ചു. വളരെ നീണ്ട ആർഗ്യുമെൻ്റായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഗവൺമെൻറ് പബ്ലിക് പ്രോസിക്യൂട്ടർ സംസാരിച്ചു കേട്ടോ. പബ്ലിക് പ്രോസിക്യൂട്ടർ വളരെ അവരെ കടമ നിർവഹിച്ചു. കാരണം റിമൈൻഡ് ചെയ്യണം എന്നുള്ള ഡിമാൻഡ് വെച്ചു, അത്രേ ഉള്ളൂ. അവരിന്ന് വേറൊന്നും പറഞ്ഞില്ല. ആർഗ്യുമെൻ്റ് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് ജഡ്ജ്മെൻ്റ് എഴുതി എനിക്ക് ജാമ്യം തന്നു. അങ്ങനെ ഞാനവിടെ നിന്നില്ല, ഉടനെ ഇങ്ങോട്ട് പോകുന്നു. ഞാനങ്ങനെ വീട്ടിലെത്തിയത്. ഈ അങ്ങ് ട്രിവാൻഡ്രത്ത് പറഞ്ഞ ചില വൈരുദ്ധ്യങ്ങളുണ്ടല്ലോ. കാരണം ഉമ്മൻചാണ്ടി നിരപരാധിയാണ് അങ്ങ് പറയുന്നു, പക്ഷേ 24-ൽ അരുൺകുമാറിന് കൊടുത്ത ഇന്റർവ്യൂവിൽ അങ്ങ് പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ചില അരുതാത്ത കാര്യങ്ങൾ അങ്ങ് കണ്ടിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയെ പറ്റി വളരെ ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ ഉമ്മൻചാണ്ടി നിരപരാധിയാണ്, ഇതൊരു വൈരുദ്ധ്യമല്ലേ? എൻ്റെ സഹോദരൻ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എൻ്റെ ചോദ്യം? കാരണം പറയാതിരിക്കാൻ പറ്റുമോ? ഇത് ഇത്രയും പത്രക്കാർ മുന്നിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിക്കുക, നിങ്ങൾ തെറ്റിദ്ധരിക്കുക. ഇത് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്? 24 മാത്രമല്ല, എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതിനോടും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? നിങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കരമായ നിബന്ധനകളുടെ ജാമ്യം. നല്ല ഒരു കുന്തവും ഇല്ല കേട്ടോ. ചുമ്മാ നിങ്ങൾ ചാനലാന്ന് വെച്ചിട്ട് മര്യാദക്ക് പഠിക്കും. നിങ്ങൾ കൈരളക്കാരോട് ഉപദേശം. ആ ബ്രിട്ടാസ് ഉണ്ടായത് ഭേദമായിരുന്നു, അയാൾ പോയത് തോന്നുന്നത്. അതായി കുഴപ്പം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ തർക്കം അവിടാണ്. ഈ സ്ത്രീ എന്നോട് പറഞ്ഞത് ഓഫീസിൽ വെച്ച് അരുതാത്ത നടന്നെന്നാണ്. ഞാൻ അപ്പം എല്ലാ കാര്യങ്ങളിലും ഈ മന്ത്രിമാർ രാജിവെപ്പിലും കൊണ്ട് നടക്കുന്നതല്ലേ. മുഖ്യമന്ത്രി അങ്ങനെ തെറ്റ് ചെയ്താണ് വിട്ടിട്ട് കാര്യം തീരുമാനിച്ച് ഞാൻ വളരെ സ്ട്രോങ് സ്റ്റാൻഡ് സ്വീകരിച്ച് ഞാൻ പറയട്ടെ. പറയാനെനിക്ക് കണ്ടില്ലെന്ന് ഞാൻ വിലയുണ്ടോ? ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുമ്പോൾ മുഖ്യമന്ത്രി ഇവിടെ മുറിയിലുണ്ട്. മനസ്സിലായില്ലേ? അതാ മുഖ്യമന്ത്രി എന്താ ആവശ്യം ഇവിടെ വിളിച്ചതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ പറഞ്ഞത് എന്താ, ഓഫീസിൽ വെച്ച് ഒന്നും ചെയ്തില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് തെറ്റാണ്. വീട്ടിൽ വെച്ചാന്നാ പറഞ്ഞത്, അത് കളവാണ്. അതാണിപ്പോൾ അവളും ഞാനോട് തർക്കം. അവളിപ്പോൾ പറയുന്നത് ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ടില്ല. കുട്ടി പറയുന്നത് ഞാൻ ക്ലിഫ് ഹൗസിൽ വെച്ച് ആണെന്ന്. അപ്പോൾ ഇന്ന മുണ്ട് ഇന്ന ബനിയനൊക്കെ ഇട്ടിരുന്ന ഇവിടെ വന്ന് എഴുതി തന്നെ എൻ്റെ കയ്യിൽ. ഇങ്ങനെ പറയണോ? അങ്ങനെ പറയാൻ പറ്റുമോ എനിക്ക്? ഞാൻ ഇപ്പം തർക്കം അതാണല്ലോ. അതിനാണല്ലോ എനിക്ക് ഇതായിട്ട് അവർ പിള്ളേരുടെ ചാക്കി വീണത്.
അത് ഞാൻ കാണാത്ത ഞാൻ എങ്ങനെ പറയും? മുഖ്യമന്ത്രി ഓഫീസിലാണ് ഞാൻ കണ്ടതാണ് ഈ സ്ത്രീയെയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും. പക്ഷേ അന്ന് അവിടെ വെച്ചൊന്നും നടന്നില്ല എന്ന് അവൾ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് ചോദിക്കും, ഇവന് എന്താ അതിനർത്ഥം? എന്താ അവരിപ്പോൾ പറയുന്നത്? ക്ലിഫ് ഹൗസ് വെച്ചെന്ന്. ക്ലിഫ് ഹൗസ് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അന്ന് 24 അങ്ങ് കണ്ടു എന്ന് പറഞ്ഞു, അരുതാത്തത് കണ്ടു എന്ന് അങ്ങ് പറഞ്ഞു, കൈലിയാണ് ഉമ്മൻചാണ്ടി കൊടുത്തു പറഞ്ഞു, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. എനിക്കറിയില്ല, നിങ്ങൾ അങ്ങനെ കണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ പ്രശ്നം തീർട്ട്. ഒരു തെറ്റുമില്ല, ഞാൻ ഉള്ള പോലെ പറഞ്ഞേ പോകുന്നത്, ഒരു തെറ്റും തോന്നുന്നില്ല. ന്യായമായ കാര്യമാണ് പറഞ്ഞത്, 100% പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞതല്ല അങ്ങ് ചുമ്മാ അങ്ങ് പിൻവലിക്കണം. ഞാൻ തെറ്റാണ് പിൻവലിക്കും. ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു പത്രപ്രവർത്തകർ വളരെ മോശമായി പെരുമാറേണ്ടി വന്നു ഞാൻ. കാരണം ഇറങ്ങി വന്ന് മാനുമായിട്ട് എന്നോട് വർത്താനം പറഞ്ഞു. പക്ഷെ ഞാൻ കൊച്ചു വേണ്ട കൊച്ചു ഞാനൊരു ക്ഷമ പറഞ്ഞു. അതിൻ്റെ കാരണം അതിനെ വിഷമിപ്പിക്കുന്നത് എനിക്ക് തന്നെ കാര്യം. അതിനൊന്നും എനിക്ക് മടിയില്ല. അതും ഇതാ ഈ കേരളീയ ആയിക്കോട്ടെ, വേറൊന്നും ഇല്ലല്ലോ. ഞാൻ നിർത്തിക്കോട്ടെ. കാപ്പി എടുത്തോ, വേഗം കൊടുക്കും. മതിയുടെ മാറ്റിക്കും, എൻ്റെ കുന്തം മാറ്റി. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി PC ജോർജ് ഇന്നും രംഗത്തെത്തുകയാണ്. മുഖ്യമന്ത്രിയുടെയും ഒപ്പം മകൾ വീണയുടെയും വിദേശ യാത്രകൾ അന്വേഷിക്കണം എന്നാണ് PC ജോർജ് ആവശ്യപ്പെടുന്നത്. ഒപ്പം സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ വലിയ തുക നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കും. ഇന്നലെ ഉണ്ടായത് കെട്ടിച്ചമച്ച വെറും കള്ളക്കേസാണ് എന്നാണ് PC ജോർജ് പറയുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.